ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ. നാം തിന്ന് ആനന്ദിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ തന്നെ ഒരു ആവശ്യ നിവൃത്തിക്ക് വേണ്ടി, അഭിവാഞ്ഛയുടെ നിവൃത്തിക്ക് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവത്തിൻ്റെ ആദ്യ വാക്കുകളിൽ ഇത് വ്യക്തമാണ്. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് സംബന്ധിക്കുവാൻ, സംസർഗിക്കുവാൻ ദൈവത്തിന് ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുകയായിരുന്നു. നാം നമ്മുടെ സദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിനുള്ളത്, ദൈവത്തിൻ്റെ അംശം, ദൈവത്തിനുള്ളത് പങ്കുവെക്കുവാൻ ദൈവം ഒരുവനെ അന്വേഷിക്കുകയായിരുന്നു. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവം കൂട്ടായ്മയ്ക്ക് വേണ്ടി തനിക്കുള്ളത് പങ്കുവെച്ച്, തനിക്ക് സംസർഗിച്ച്, തന്നോട് കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുവനെ അന്വേഷിക്കുകയായിരുന്നു. ഫെലോഷിപ്പ്, കൂട്ടായ്മ, സൃഷ്ടിയുടെ ഉദ്ദേശം അതാണ്. ഈ ഉദ്ദേശം നാം ഗ്രഹിക്കാതെ ഇരിക്കുമ്പോൾ ഭക്തിയുടെ ദിശ നമുക്ക് നഷ്ടമായി പോകുന്നു. അതിപ്രധാനമായിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവോന്മുഖമായി നമ്മുടെ ഭക്തി മുൻപോട്ട് പോകുക എന്നുള്ളത്. ഇത് തിരുവചനത്തിലുടനീളം നാം കാണുന്ന കാര്യങ്ങളിൽ ഈ വസ്തുത നമുക്ക് ശ്രദ്ധേയമായി കാണുവാനായിട്ട് കഴിയും. നാം ആ മുടിയൻ പുത്രൻ അല്ലെ ധൂർത്തപുത്രൻ്റെ ജീവിതം നാം കാണുമ്പോൾ ആ കഥയിൽ നിന്ന് നാം ഗ്രഹിക്കുന്ന ആത്യന്തികമായിരിക്കുന്ന പാഠം ഇതാണെന്ന് ശ്രദ്ധിച്ചാൽ കാണുവാനായിട്ട് കഴിയും. ഭവനം വിട്ടിറങ്ങിപ്പോകുന്ന ആ പുത്രൻ, എല്ലാം നശിപ്പിക്കുന്ന പുത്രൻ, കൂട്ടുകാരോടുകൂടി ധൂർത്തടിക്കുന്ന പുത്രൻ, നാം അവൻ്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ ആ തകർന്നു പോയ ജീവിതവും അതിൽ നിന്നവൻ ലഭിക്കുന്ന മടങ്ങിവരവ്, തനിക്ക് വീണ്ടും ലഭിക്കുന്ന ജീവിതം, ഈ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നുള്ളൂ. സാധാരണ ഭക്തിയെ സംബന്ധിച്ചും നമുക്ക് ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ ഇവണ്ണം തന്നെയാണ്. എന്നാൽ നാം ശ്രദ്ധിച്ചാൽ ആ മുടിയൻ പുത്രൻ ഭവനത്തിൽ മടങ്ങി വന്നു. അവനെ സ്വീകരിക്കുന്ന പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് ആ കാര്യത്തെ മുഴുവൻ വീക്ഷിക്കുകയാണ്. മടങ്ങി വരുന്ന പുത്രന് വേണ്ടി ആ പിതാവിൻ്റെ ഹൃദയത്തിൽ ഉള്ള കാത്തിരിപ്പ്, അവൻ്റെ ഹൃദയത്തിലെ സ്നേഹം, അവനോട് കാണിക്കുന്ന വലിയ അവനെ കാണുമ്പോൾ തന്നെ ആ പിതാവിൻ്റെ ഹൃദയത്തിൽ വലിയ എക്സൈറ്റ്മെൻറ്റ്, തൻ്റെ ഉള്ളിൽ വരുന്ന വലിയ ആഹ്ലാദം, എല്ലാ നിലയിലും ആ മകനെ കണ്ട് അത്യന്തം ആഹ്ലാദിക്കുന്ന പിതാവ്. ആ പിതാവിൻ്റെ ഹൃദയം നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യന് വേണ്ടിയുള്ള അഭിവാഞ്ഛ നാം കാണുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം മനുഷ്യൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രമോദം മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം മനുഷ്യൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വാസ്തവത്തിൽ വീണ്ടെടുപ്പിൻ്റെ ഉദ്ദേശം ടു റിസ്റ്റോർ മാൻ ഫോർ ഗോഡ് ഹിംസെൽഫ്, ദൈവത്തിന് തന്നെ മനുഷ്യനെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടെടുപ്പ് ദൈവം സാധ്യമാക്കി തീർത്തിരിക്കുന്നത്. ഈ മുടിയൻ പുത്രൻ്റെ ജീവിതത്തിൽ അതാണ് നാം കാണുന്നത്. അവൻ്റെ മടങ്ങി വരവിൽ കൂടി അവൻ എന്ത് ലഭിച്ചു? അവൻ ലഭിച്ച ജീവിതം, അവൻ ലഭിച്ച ഉടുപ്പ്, അവൻ ലഭിച്ച ആ മോതിരം, അവൻ ലഭിച്ച ചെരുപ്പ്, ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നതിലുപരിയായിട്ട് ലെറ്റ് us look to God's heart, ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കാം. പിതാവിൻ്റെ ഹൃദയം അതാണ് വെളിപ്പെടുത്തുന്നത്. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു. വാസ് ലോസ്റ്റ്, അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവനെ തിരികെ കിട്ടിയിരിക്കുന്നു. പിതാവിന് മുഴുവൻ വാക്കുകളാണ്. അവിടെ നാം ശ്രദ്ധിച്ചാൽ അറിയാം, പുത്രൻ്റെ വാക്കുകളേക്കാൾ അധികം വാക്കുകൾ ഏതാണ്ട് മൗനമാണ് പുത്രൻ, എന്നാൽ അധികം വാക്കുകൾ പിതാവിനാണ്. ഫാദർ ഹാസ് സോ മച്ച് ടു സേ. പുത്രനെക്കുറിച്ചും അവൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും ഒക്കെ ധാരാളം പറയാനുള്ളത്. സ്വർഗത്തിൽ പലപ്പോഴുള്ള സന്തോഷം, സ്വർഗത്തിലെ അന്തരീക്ഷം നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ നാം പലപ്പോഴും അറിയാറില്ല. പല കാര്യങ്ങളും നാം അറിയുന്ന നിത്യതയിലായിരിക്കും. പക്ഷേ ഇന്നേ നാം അറിയേണ്ടതിനായിട്ട് ദൈവം തൻ്റെ വചനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ദിശ നാം കടന്നുപോയെങ്കിൽ മാത്രമേ ഭൂമിയിലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവിക ലക്ഷ്യത്തിൽ നമ്മുടെ ആത്മീയജീവിതം നയിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഒടുവിൽ നാം കാണുന്ന ആ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താണ്? പുത്രനും പിതാവും തമ്മിൽ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണമേശയിൽ ഒരുമിച്ചിരിക്കുന്നു. ആ മകൻ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി, ആ മകൻ്റെ ഹൃദയം എത്ര ആശ്ചര്യം കൊണ്ട് നിറയുകയാണ്. വാട്ട് എ ഫാദർ, എത്ര വലിയൊരു പിതാവ്. തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള കുറ്റം യാതൊരു വിധികൾ അതിനെക്കുറിച്ചില്ല. ആസ് ഇഫ് എവറിത്തിങ് ഫൊഗോട്ടൻ, അത് മുഴുവൻ മറന്ന ഒരു പിതാവ്. ഓൺലി ലവ്, സ്നേഹം മാത്രം.
അത്ഭുതപരന്തനായ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പുത്രൻ, പിതാവ് മകനെ തിരിച്ചു കിട്ടിയ ആഹ്ലാദത്തിൽ മകനാൽ ഭരിക്കപ്പെട്ടവനായി ടേക്കൺ അപ്പ് വിത്ത് ദ സൺ, തൻ്റെ ശ്രദ്ധയിൽ, ഓർമ്മയിൽ, ചിന്തയിൽ മുഴുവൻ മകൻ തന്നെ. നാം തിന്നുകുടിച്ച ആനന്ദിക്കുക. ഇറ്റ്സ് എ ഡാൻസ് ഹോം, നൃത്തഭവനം. ഓൾ ബിക്കോസ് ഐ ഹാവ് ഗോട്ട് മൈ സൺ ബാക്ക്. എൻ്റെ മകനെ തിരികെ കിട്ടിയ നിമിത്തം. ദർ ഈസ് ഫെലോഷിപ്പ്, ഇൻറ്റിമസി. രണ്ടുപേരും തമ്മിലുള്ള ഗാഢബന്ധം, കൂട്ടായ്മ. ഇതാണ് ആ മുടിയൻ പുത്തൻ്റെ ആ കഥയിൽ അതിൻ്റെ ക്ലൈമാക്സ് ആയിട്ട്, അതിൻ്റെ ഉച്ചകോടിയിൽ നാം കാണുവാനായിട്ട് കഴിയും. ഇതിന് വിപരീതമായിട്ടാണ് മൂത്ത പുത്രനെ നാം കാണും. ഒട്ടും റിലീജിയസ് അല്ലായിരുന്നു ഇറങ്ങിപ്പോയ ആ മകൻ. എന്നാൽ നമ്മുടെ ഭാഷയിൽ ഏറ്റവും ആത്മീകൻ ഈ മൂത്ത മകനാണ്. ഉത്തരവാദിത്തമുള്ളവൻ, അനുസരണമുള്ളവൻ, അപ്പന് വിധേയപ്പെട്ടവൻ, അപ്പൻ്റെ ജോലികളെല്ലാം ചെയ്തിരുന്നവൻ, എല്ലാ രീതിയിലും നല്ല സാക്ഷി ലഭിച്ചവൻ. അവൻ മടങ്ങി വരുന്നു. എന്നാൽ നാം അവനെ കാണുമ്പോൾ, ഈ കഥ അവസാനിക്കുമ്പോൾ, ദ റോങ് മാൻ ഈസ് ഇൻ. തെറ്റിപ്പോയ മനുഷ്യനകത്താണ്. പിതാവുമായിട്ട് സംസർഗത്തിലും സന്തോഷത്തിലുമാണ്. എന്നാൽ നല്ല പുത്രൻ, അവൻ അപ്പനോട് അടുത്തു വരുവാൻ കഴിയുന്നില്ല. അപ്പൻ്റെ ഹൃദയത്തെ അറിയുന്നില്ല. അപ്പൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹവും ആഹ്ലാദവും പങ്കുവെക്കുവാൻ അവന് കഴിയുന്നില്ല. ഈ സോ ഡ്യൂട്ടിഫുൾ. കാര്യങ്ങളിലെല്ലാം അവൻ വ്യാപൃതനാണ്, ഉത്തരവാദിത്തമുള്ളവനാണ്, സാക്ഷ്യമുള്ളവനാണ്. ബട്ട് ഹി ഹാസ് ലിറ്റിൽ ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ. പിതാവിനോട് എത്രയും കുറഞ്ഞ കൂട്ടായ്മ മാത്രം. നമ്മുടെ ഭക്തിയുടെ ജീവിതം പലപ്പോഴും, ഭക്തിയുടെ അന്വേഷണത്തിൽ, നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ ഉപദേശ രൂപങ്ങളിൽ, നമ്മുടെ പതിവുകളിൽ, നല്ല ജീവിതത്തിലൊക്കെയും വി മിസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ നമുക്ക് നഷ്ടമാകും. വി ആർ ടേക്കൺ അപ്പ് വിത്ത് ലോഡ് ഓഫ് തിങ്സ് ഓഫ് ഗോഡ്. ദൈവിക കാര്യങ്ങളാൽ നാം വ്യാപൃതരായിത്തീരുന്നു. ബട്ട് വി മിസ് ഗോഡ്. ദൈവത്തെ നമുക്ക് നഷ്ടമായിത്തീരുന്നു. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ഉദ്ദേശം എപ്പോഴും ഇതാണെന്ന് ഓർക്കുക. റിസ്റ്റോർ ടു ഗോഡ്. ദൈവത്തിന് നാം യഥാസ്ഥാനപ്പെട്ടവരായിത്തീരുന്നു. ആൻഡ് വി ഹാവ് ഗോഡ്. നാം ദൈവമുള്ളവരായിത്തീരുന്നു. അഗാധ ബന്ധത്തിൻ്റെ, കൂട്ടായ്മയുടെ അനുഗ്രഹിക്കപ്പെട്ടൊരു തുടക്കമാണ് നമ്മുടെ വീണ്ടെടുപ്പിൽ കൂടി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. ക്യാരി വിത്ത് ഇറ്റ്. അതുമായിട്ട് നാം മുമ്പോട്ട് പോയി ഗ്രോ ഇൻ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നാം വളരുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്തീയ വളർച്ച. പലപ്പോഴും ഈ ലക്ഷ്യത്തിൽ നിന്ന് തടസ്സമായി തീരുന്നത് ഈ നല്ല കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഉപദേശരൂപങ്ങൾ. മോശ മുൾപ്പടപ്പിൽ ആ മനോഹരമായ അത്ഭുതകരമായിരിക്കുന്ന കാഴ്ച കണ്ട് അവിടെ വെച്ചാണ് മോശേ മോശേ എന്നുള്ള ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നത്. എന്നാൽ ആ വിളി കേട്ട മോശ ആ മുൾപ്പടപ്പിൽ അത്ഭുതം കണ്ട് അത്ഭുതപരന്തനായി അവിടെ നിന്ന് അതിൻ്റെ അത്ഭുതമായിട്ട് നിൽക്കുന്നതായിട്ട് നാം കാണുന്നില്ല. മോശയുടെ ജീവിതം മുമ്പോട്ട് കാണുമ്പോൾ ഹി ബൈപാസ് ദ മിറക്കിൾ ഓഫ് ദ ബേണിംഗ് ബുഷ്. ആ മുൾപ്പടപ്പിൻ്റെ അത്ഭുതത്തെ മറികടന്നു പോകുന്ന ഒരു മനുഷ്യനായി മോശയെ കാണും. ദാറ്റ് മെയ്ഡ് ഡിസൈർ ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കി നിർണയിച്ച കാര്യം അതാണ്. ഹി കുഡ് ബൈപാസ് ഇറ്റ്. അതിനെ കടന്നു പോകാൻ കഴിഞ്ഞു. അനേകർക്കും തങ്ങളെ സന്ദർശിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളെ, തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അത്ഭുതത്തിൻ്റെ വഴികളെ, ദൈവത്തിൻ്റെ ഇടപെടലുകളെ മറികടന്ന് ദൈവത്തിങ്കിലേക്ക് തന്നെ തിരുവാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലും ഇടപെടലുകളും അവരുടെ ജീവിതം ചുറ്റിക്കറങ്ങുകയാണ്. ദേ ആർ ടേക്കൺ അപ്പ് വിത്ത് ദ മിറക്കിൾ. അത്ഭുതത്തിന് ചുറ്റും അവർ വ്യാപൃതമായതിനു ശേഷം അവരുടെ ജീവിതം, അവരുടെ ഉപദേശം, സാക്ഷ്യമല്ല അത്ഭുതത്തെക്കുറിച്ചാണ്. ശൗല് കൂടെയുണ്ട് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ക്രിസ്തീയ സഭയെ മുടിക്കുന്നതിന് വേണ്ടി കടന്നു പോകുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവിക സന്ദർശനമുണ്ടായി. ആ അത്ഭുതമായിരിക്കുന്ന ദിവ്യ സന്ദർശനത്തിൽ അവൻ്റെ കണ്ണ് കാണാതെയായി. കർത്താവ് തന്നെ അവനോട് നേരിട്ട് സംസാരിക്കുന്നതായിട്ട് നാം കാണും. നാം അവിടെ കാണുന്നുണ്ട്, തന്നോടുകൂടി ഉള്ളവരെല്ലാവരും ആ അത്ഭുത കാഴ്ച കണ്ടു. ദേ സോ ദ ലൈറ്റ്. ആ വെളിച്ചവർ കണ്ടു. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ പിന്നീട് നാം ശൗലിനെ മാത്രം കാണുന്നു. എൻ്റെ പേര് മാറി പൗലോസ് എന്ന്. ക്രിസ്തീയ ചരിത്രത്തിൽ ഒന്നാമനായി തീരത്തക്കണം യേശുവിൻ്റെ സാക്ഷ്യത്തിലും അപ്പോസ്തലികതയിലും തൻ്റെ ജീവിതം ഇത്ര ഗണിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നതിൻ്റെ കാര്യം എന്താണ്? ഹിസ് ടെസ്റ്റിമണി വാസ് നോ മോർ ദി എക്സ്പീരിയൻസ് ഹി ഹാഡ്. അവനുണ്ടായ അത്ഭുതമായിരുന്നില്ല അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതകരമായി തീർന്ന ശേഷം കാര്യം. ദ ക്രൈസ്റ്റ് ഹു വാസ് ബിഹൈൻഡ് ദി എക്സ്പീരിയൻസ്. ആ അനുഭവത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന ക്രിസ്തു. ഫ്രം എക്സ്പീരിയൻസ് ടു ക്രൈസ്റ്റ്. അനുഭവത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് നാം നടത്തപ്പെടേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും ഇത് കഴിയാറില്ല. ക്രിസ്തു അപ്പോഴും പശ്ചാത്തലത്തിൽ ഒരു ഷാഡോവായിട്ട്, നിഴലായിട്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചുള്ള വസ്തുതയായി തീരുന്ന കാര്യം പ്രത്യക്ഷമായി സ്പർശ്യമായിരിക്കുന്ന കേൾക്കാനുള്ള കാര്യങ്ങൾ, കാണാനുള്ള കാര്യങ്ങൾ നാം പിന്നെയും ഇന്ദ്രിയ തലത്തിൽ ഒതുങ്ങിപ്പോകുന്നു. ഗാഡ് ബിഹൈൻഡ്, അതിൻ്റെ പിമ്പിലുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയാതെ ഇരിക്കുന്നു.
നമുക്ക് ലഭിച്ച രോഗശാന്തി, നാം കണ്ട ദർശനം, മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് കണ്ട സാക്ഷ്യങ്ങൾ, ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ somewhere we miss the whole purpose. ലക്ഷ്യം തന്നെ നമ്മൾ നഷ്ടപ്പെടുന്നു. ദൈവത്തെ തന്നെ നമുക്ക് നഷ്ടമായിത്തീരുന്നു. മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം ഇസ്രയേലിൽ അനേകം മരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജീവന് വേണ്ടി നൽകപ്പെട്ട ആ പിച്ചള സർപ്പം 900 വർഷങ്ങൾക്ക് ശേഷം നെഹുഷ്ടാൻ എന്നുള്ള പേരിൽ ആരാധിക്കപ്പെടുകയായിരുന്നു. ഒരു കാലത്തെ ജീവകാരണമായിരുന്ന കാര്യം, ഒരു കാലത്തെ അനുഗ്രഹിക്കപ്പെട്ട വെളിപ്പാട്, ഒരു കാലത്ത് ദൈവനിയോഗത്താൽ ചെയ്തു വന്ന അനേക കാര്യങ്ങൾ പിന്നീട് പാരമ്പര്യമായി തീരുന്നു. ഉപദേശരൂപങ്ങളും പഠിപ്പിക്കലുകളും അനുഷ്ഠാനങ്ങളുമായി തീരുന്നു. ലൈഫ് ഈസ് ലോസ്റ്റ്. അതിൻ്റെ ജീവൻ നഷ്ടമായി തീരുന്നു. ഫലമായിട്ട് കാണുന്ന കാര്യം എന്താണ്? അതൊരു വിഗ്രഹമായി തീരുന്നു, ഒരു പ്രതീകമായി തീരുന്നു, ഒരു ആരാധനാ വസ്തുവായി തീരുന്നു, പ്രശംസാ വസ്തുവായി തീരുന്നു, നെഹുഷ്ടാനായി തീരുന്നു. താമ്രസപ്രം ജീവന് കാരണമായ കാര്യം മറ്റൊരു സമയത്ത് ഒരു അനുഷ്ഠാനമായി തീരുന്നു. നമ്മുടെ ഉപദേശരൂപങ്ങൾ, നമ്മുടെ സഭ, നാം വിലമതിക്കുന്ന ഭക്തന്മാർ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനേക കാര്യങ്ങൾ വിലപ്പെട്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം പലപ്പോഴും നിർജീവത്വത്തിലേക്ക് പോയ ശേഷം ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് നടത്തുന്നതിന് പകരം ഇവയെല്ലാം തടസ്സങ്ങളായിട്ട് തീരാറുണ്ട്. യോഹന്നാൻ പറയുമ്പോൾ, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളെ വിട്ട് അകന്നുകൊള്ളുവീൻ. പ്രത്യക്ഷത്തിൽ നമുക്ക് വിഗ്രഹങ്ങളില്ല, വിഗ്രഹ ആരാധനയ്ക്കെതിരാണ്, വിഗ്രഹങ്ങളെ വിട്ട് മാറിപ്പോകുന്നവരാണ്. എന്നാൽ നാം അറിയാതെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന പകരം പ്രതീകങ്ങളുണ്ട്, പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ട്. നാം വിലപ്പെട്ടതായിട്ട് കരുതുന്ന ഭക്തിക്ക് സമാന്തരമായി കാരുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നാം വച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വിഗ്രഹങ്ങൾ. വാട്ട് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ഗാഡ്? ദൈവത്തിന് പകരം പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തോട് ബന്ധിക്കപ്പെടുന്നതിന്, അടുക്കുന്നതിന്, കൂട്ടായ്മയ്ക്ക് തടസ്സമായി വന്ന് നിൽക്കുന്നു. ഇതിനെ മറികടന്ന് ഓൾ ഗുഡ് തിങ്സ്, ദൈവത്തിങ്കിലേക്ക് മുഖാന്തരങ്ങളായിരിക്കുന്ന കാര്യങ്ങളെ മറികടന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തില്ലേണ്ട ആവശ്യമുണ്ട്. എബ്രായ ലേഖന കർത്താവ് പറയുന്ന പോലെ, ലെറ്റ് us draw near. നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് വരാം. ദാവീദിൻ്റെ ഹൃദയ സങ്കീർത്തനം നമ്മുടെ ഹൃദയത്തിൻ്റെ പാട്ടായി തീരണം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി കാക്ഷിക്കും. ഒരു ഹൃദയത്തിൻ്റെ അഭിവാഞ്ചം, ഗാഡ് ഗാഡ് ഗാഡ്, ദ കോൾ ഓഫ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ വിളി കോരവത്തന്മാരെ പോലെ നീർത്തോടുകൾക്ക് വേണ്ടി കാക്ഷിക്കുന്ന പോലെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ആ ഹൃദയവാഞ്ചയോടുകൂടി ദൈവത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ദ ഗ്ലോറി ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് വിത്ത് ഗാഡ്. ദൈവത്തോടുള്ള നടപ്പാണ്, ദൈവത്തോടുള്ള ജീവിതമാണ്, ദൈവത്തോടുള്ള സംസർഗമാണ്, ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. സ്വർഗത്തെ മഹനീയമാക്കുന്നത് അവിടെ ദൈവമുണ്ടെന്നുള്ളതാണ്. നരകത്തെ നരകമാക്കുന്നത് അവിടെ ദൈവമില്ല എന്നുള്ളതാണ്. അല്ലാത്ത അവിടുത്തെ സ്വർണ്ണത്തെരുവും അവിടെ കാണുന്ന കണ്ണജപിക്കുന്ന കാര്യങ്ങളുമല്ല. ഗാഡ് ഈസ് ദേർ, ദാറ്റ് മേക്സ് ഹെവൻ. സ്വർഗത്തെ സ്വർഗമാക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഇന്നേ നിങ്ങളുടെ ജീവിതത്തിൽ ആ ബോധമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതത്തിലെല്ലാം യു ക്യാരി ഹെവൻ ഇൻസൈഡ് യു. നിങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗത്തെ കൊണ്ടു നടക്കുവാനായിട്ട് കഴിയും. യു ക്യാൻ ലിവ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഓഫ് ഹെവൻ. സ്വർഗീയ അന്തരീക്ഷത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയും. ദ ഗ്രേറ്റസ്റ്റ് ഈസ് ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. അതിനായി നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് തുറന്നു കൊടുത്ത ശേഷം ലെറ്റ് us go straight to God. ദൈവത്തോട് നേരെയുള്ളൊരു നടപ്പിൽ ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം, യഥാർത്ഥ ഭക്തിയിൽ നമുക്ക് ജീവിക്കാം. ഈ ലക്ഷ്യത്തിൽ എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. നാഥ, ഈ വചനപ്രകാരം എൻ്റെ ഹൃദയം തുറക്കപ്പെടേണ്ടതിനും യഥാർത്ഥ ദശയിൽ, ദൈവിക ലക്ഷ്യത്തിൽ, ദൈവിക അന്വേഷണത്തിൽ എൻ്റെ ജീവിതം നടത്തപ്പെടേണ്ടതിനും ദൈവത്തോടുള്ള ബന്ധവും കൂട്ടായ്മ വർദ്ധിച്ച് കർത്താവിനുള്ള മഹനീയമായിരിക്കുന്ന ജീവിതത്തിൽ ജീവിച്ച് അവിടുത്തെ വീണ്ടെടുപ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എൻ്റെ ജീവിതം കടന്നു പോകുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കും. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.